ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ മോർണിംഗ് ആണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റല്ല, അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. അപ്പോൾ നമ്മളിന്നൊരു ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ സൺഡേസൊക്കെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറ്. അപ്പോൾ ഇന്നൊരു 9 o'clock ഒക്കെ ആയപ്പോൾ എണീച്ചുള്ളൂ. ഇന്ന് ഞാനപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനാട്ടോ പ്ലാന്. സൺഡേസ് മിക്കതും ഞങ്ങൾ ഉപ്പുമാവ് തന്നെയാണ് ഉണ്ടാക്കാറ്. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവ്. അപ്പോൾ എല്ലാ സൺഡേ ഞങ്ങളുടെ മെയിൻ ഫുഡ് രാവിലത്തെ ഉപ്പുമാവാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നു. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ചേട്ടൻ എണീച്ചിട്ടില്ല. അപ്പോൾ ചേട്ടൻ എണീക്കുമ്പോഴേക്കും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ടുഡേ സ്പെഷ്യൽ ഉപ്പുമാവ്, ബ്ലാക്ക് കോഫിയല്ല, കട്ടൻ ചായ, പിന്നെ പഴം. എന്താ ക്യാഷ് നട്ടുണ്ടെന്ന് കാണിക്കണം. എങ്ങനെയുണ്ട് മുട്ടാപ്പേ? ഓ, ഇതിന്ന് വേണമെങ്കിൽ ഞാൻ പറക്കി തരാം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഗൈസ്, രാവിലെ തന്നെ ഇമാതിരി കോപ്രായങ്ങൾ കാണുന്ന മുട്ടാപ്പി. ഓ മൈ ഗോഡ്, രാവിലെ തന്നെ തള്ളു കണ്ടിട്ടാണ് ഇരിക്കുന്നത്. ശ്രുതിഹാസം വരെ കരഞ്ഞുപോയി തള്ളു കണ്ടിട്ട്. എൻ്റെ പൊന്നേ. നമ്മളപ്പോ ഇന്നലെ പോയപ്പം ഫിഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയൊരു ഫിഷ് ആട്ടോ. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെയൊക്കെ ഇങ്ങനെയാണ് കിട്ടുന്ന, ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് അവരെന്നെ ക്ലീനൊക്കെ ചെയ്ത് തരും. നമുക്ക് ജസ്റ്റ് കഴുകിയെടുത്താൽ മതി. മീൻകറി റെഡിയായി ഗൈസ്. നമ്മുടെ ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുട്ട ഉണ്ടാക്കാം കേട്ടോ. ഞാൻ മുട്ട കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. മീൻകറിയാണ് പിന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ മീൻകറി കുറച്ച് മുന്നേ വെച്ചാലാണല്ലോ ടേസ്റ്റ് ആവുക. അപ്പോൾ കുടംപുളിയൊക്കെ ഇട്ടിട്ട് വറ്റിച്ചിട്ടാണ് കേട്ടോ ഞാൻ വെച്ചത്. അപ്പോൾ രാത്രി നമുക്ക് കൊള്ളി പുഴുങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് മീൻകറി ഇങ്ങനെ വറ്റിച്ചാണ് ഞാൻ വെച്ചത്. തേങ്ങ അരച്ചിട്ടാണ് ഞാൻ സാധാരണ വെക്കാറ്. അപ്പം കൊള്ളി ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങനെ വെച്ചു. പിന്നെ മീൻ വറുത്തുകൊണ്ടിരിക്കുക. മീൻ കുറച്ച് നല്ല മീനാണ്. അപ്പം അധികം അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. അപ്പം ഇതൊരു ഷാലോ ഫ്രൈ ചെയ്താലും മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ വേവണ ഒരു മീനാണ് കേട്ടോ. അപ്പോൾ മീൻ വറുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വാഴയില വാട്ടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇന്ന് പൊതിച്ചോറാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ദുബായിലുള്ള ആളുകളും ഇപ്പോൾ പുറത്തൊക്കെ ഉള്ള ആൾക്കാർ, ദുബായിൽ നിന്നല്ല പുറത്തുള്ള ആളുകളൊക്കെ ഈ ബിരിയാണി അങ്ങനത്തെ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കഴിച്ചിട്ട് മടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ കഴിക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവനെ വിളിച്ചിട്ടുള്ളത് കൊണ്ടും ഞങ്ങളിന്ന് പൊതിച്ചോറ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറേ ദിവസമായി വിചാരിക്കണം പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ പൊതിച്ചോറ്, അപ്പോൾ അധികം ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പൊതിച്ചോറ്. അപ്പോൾ നോൺ വെജ് ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഒരു ചമ്മന്തി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ നമ്മുടെ പയറുപ്പേരിയും പിന്നെ മീൻ വറുത്തതും വെച്ചിട്ട് ഞാൻ ഇത് പൊതിയാണ് കേട്ടോ. സ്മെല്ലുണ്ട് കേട്ടോ. നമ്മള് നാടൻ ഫുഡ് കൂടുതൽ കിട്ടരുത്. ബിരിയാണി കുറേ സാധനം കിട്ടും. ഞാൻ മോരും കൂടെ ഉണ്ടാക്കണം വിചാരിച്ച സമയം കിട്ടിയില്ല. കൊള്ളിയും മോരും.
ഇത് കുറച്ചും കൂടി ഒരു ബായിക്ക് പറയുമ്പോ ജയിച്ചു വരും വിജയ് ഭവ. ഗൈസ് ചേട്ടനും അവനും കൂടെ ഷട്ടിൽ കളിക്കാൻ പോവാണ് ഗൈസ്. ബൈ. ഞാൻ ഉണ്ടല്ലോ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് കപ്പ പുഴുങ്ങിയിട്ട് ഒരു ഇതുണ്ടാക്കാം. പിന്നെ മീൻകറി ഉണ്ടല്ലോ, അപ്പം കപ്പ പുഴുങ്ങിയതും മീൻകറിയും കൂടി കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് കപ്പ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ അവിടെ നാട്ടിൽ കൊള്ളി എന്നാണ് പറയുക. പല സ്ഥലത്തും പല പേരാ പറയുക. നമ്മുടെ അവിടെ കൊള്ളി എന്നൊക്കെയാണ് പറയുക. അപ്പം ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കാൻ പോവാം. അപ്പം രാത്രി റൈസ് ഇല്ല, കൊള്ളി പുഴുങ്ങിയതും പിന്നെ മീൻകറി, അതാണ് ഇന്ന് രാത്രി കേട്ടോ. എന്തുണ്ട് ടേസ്റ്റി കഴിക്കുന്ന ഒരു എക്സ്പ്രഷൻ. ഇതിനെപ്പറ്റി പറഞ്ഞല്ലോ. അപ്പൊ മീൻ എന്താ എടുക്കാത്ത? ഒറിജിനൽ റെസിപ്പി ഇല്ല, അതുകൊണ്ട് പായസം കട്ട പാക്കിങ്ങിലാ. നാളെ അച്ഛൻ നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വെയിറ്റ് നോക്കാം. എന്ത് കാണിക്കുന്നത്? പിരമിഡോ? അങ്ങനെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ളോഗ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി അടുത്ത വീഡിയോസ് വരും വരയ്ക്കും. അപ്പോൾ എല്ലാവർക്കും സ്റ്റേ ട്യൂൺ.